ഹായ് ഹലോ ഫ്രണ്ട്സ്, ഇന്നപ്പോൾ എന്നത്തെയും പോലെ തന്നെ നമ്മളെത്തിത്തിരക്കുകയാണ്. വേറെ ഒന്നുമല്ല, ആദ്യക്കുട്ടനൊന്ന് ഹോസ്പിറ്റലിൽ കാണിക്കണം. അവൻ്റെ പല്ലൊന്ന് റെഡിയാക്കണം. ചെറിയ രീതിയിൽ പോടും കാര്യങ്ങളൊക്കെ കൊണ്ട് അതൊന്ന് അടയ്ക്കുകയും ഒക്കെ ചെയ്യണം. ഇന്നിപ്പം 3-4 തവണ ആയി ഇവിടെ വരുന്നത്. ടെമ്പററി ആയിട്ട് അവിടെ അടച്ച് വെക്കും. അത് വേദന ഉണ്ടോ ഇല്ലയെന്ന് അറിഞ്ഞിട്ട് ഇനി അവർ പെർമനൻ്റ് ആയിട്ട് വെക്കുകയുള്ളൂ. അങ്ങനെ കരച്ചിലും വിളിച്ചിലായിട്ട് ഇത്രയും നേരം കരച്ചിലായിരുന്നു, ഭയങ്കര കരച്ചിലായിരുന്നു. ഞാൻ പറഞ്ഞ് ഇഞ്ചക്ഷൻ വെക്കില്ല മക്കളെ, കുഴപ്പമൊന്നും ഇല്ലയെന്ന് പറഞ്ഞുകൊണ്ടൊന്ന് അടങ്ങിയിരിക്കുന്നത്. ഡോക്ടർ എപ്പോഴും ഓരോ സാധനങ്ങൾ കൊണ്ടുവന്നാലും അപ്പോഴേ വിളിയാണ്. അത് കഴിഞ്ഞ് നേരെ അവന് ബഹളം വെച്ച് ലുലുമാളിൽ പോയി. നമ്മൾ അവിടെ നിന്ന് ഫോട്ടോ എടുത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ കാണാനുണ്ടായിരുന്നു. റംസാനിലേ വരുന്നത്, അപ്പോൾ അതിൻ്റെ ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അപ്പം അവന് ഒട്ടകത്തിനെ കണ്ടപ്പോൾ അതിന് മുമ്പ് ഒന്ന് ഫോട്ടോ എടുക്കണം. അങ്ങനെ കുറച്ച് കുസൃതികളൊക്കെ കാണിച്ച്, പിന്നെ ഈത്തപ്പഴം, ഡ്രൈ ഫ്രൂട്ട്സ്, അങ്ങനെ കുറച്ച് ഐറ്റംസ് ഇങ്ങനെ നിരത്തി വെച്ചേക്കാണ്. അതൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചുകൊണ്ട് പോയി. പിന്നെ കുറച്ച് സ്നാക്സ് ഒക്കെ മേടിച്ച് നമ്മൾ അവിടെ കുറച്ച് നേരം ബഹളം വെച്ചതുകൊണ്ട് നമ്മളവിടെ കയറി നേരെ എന്നിട്ട് അതിന് ശേഷം വീട്ടിലോട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് വീട്ടിലെത്തിയപ്പോൾ കണ്ടില്ലേ, കാണിക്കൊന്ന വീട്ടിലല്ല, ഇത് വലിയച്ഛൻ്റെ വീടാണ് കേട്ടോ. കാണിക്കൊന്ന അങ്ങ് പൂത്ത് മറിഞ്ഞ് കിടക്കുകയാണ്. അതിനിടയ്ക്ക് ആദിക്ക് വീട്ടിൽ നിന്ന് അച്ഛൻ വിളിച്ചായിരുന്നു, കാര്യങ്ങൾ തിരക്കാനായിട്ട്. ഹോസ്പിറ്റലിൽ പോയിട്ട് എന്തായി, പല്ല് അത് അടച്ചോ ഇല്ലയെന്നൊക്കെ അറിയാനായിട്ട് വിളിച്ച് അത് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ആ സമയത്തൊക്കെ വീഡിയോ എടുത്ത ആളിന് ഭയങ്കര സ്റ്റൈലാണ് കേട്ടോ. അത് പിന്നെ മൊബൈലിലൊന്നും നോക്കത്തില്ല. ഇതാ ഞാൻ പറഞ്ഞില്ലേ കേട്ടോ, നല്ല രീതിയിൽ പൂത്ത് നല്ല രീതിയിൽ നിൽക്കുകയാണ് ഫുള്ള്. അങ്ങനെ അതെല്ലാം കണ്ട് ഒരു ചെറിയ 2-3 റീൽസൊക്കെ എടുത്തതിന് ശേഷം ആദ്യക്കുട്ടൻ്റെ കുറേ കുസൃതികളും കാര്യങ്ങളൊക്കെ നോക്കി. അതുപോലെ ആ മുറ്റത്ത് വന്നു കഴിഞ്ഞാൽ മണ്ണിൽ വാരി കളിക്കൊക്കെ ഒരു ബഹളമാണ്. അവൻ ചെയ്തു വെച്ചാണ് വില വയ്ക്കുന്നത്. നമ്മളാ പണ്ടത്തെ ഒരു ഓടിട്ട വീടാണ്, അതിൻ്റെ സൈഡിലതാ ഇങ്ങനെ നിരത്തി വെച്ചേക്കാണ്. പ്ലാവലയിൽ മണ്ണ് കൊണ്ട് നമ്മൾ പണ്ട് കളിക്കൂലേ, കളിക്കുന്ന കണക്ക് അവരെ പ്രായമല്ലേ കളിക്കുന്നത്. കാക്കയ്ക്ക് കൊടുക്കാനെന്ന് പറയുന്നത് അവർക്ക് അറിയത്തില്ലല്ലോ എന്തൊക്കെയാണ്. ഇത് മണി ഇട്ടില്ല, മണി ഇട്ട് കളഞ്ഞിട്ട് ആ ഇല ആ പറക്കി വെച്ചു. പറക്കി നിരത്തി വെച്ചിട്ട് മണ്ണ് വാരി വെച്ചെന്ന്. പക്ഷെ അവന് ഒറ്റയ്ക്കല്ലേ ഉള്ളു, അവ ഒറ്റയ്ക്കൊക്കെ ഇങ്ങനെയാണ് കളിക്കുന്നത്. പിന്നെ അനിയത്തിയുടെ മോനും അതുപോലെ തന്നെ വൈഫിന്റെ അനിയത്തിയും കൂടെ വരുമ്പോൾ അവരെ 2 മക്കളുണ്ട്, കുഞ്ഞുങ്ങള്. അവരൊക്കെ വരുമ്പോൾ അടിച്ചു പൊളിക്കും. ഇതാണ് പല്ല് കണ്ടില്ലേ, ഫ്രണ്ട് പല്ല് കംപ്ലീറ്റ് മറ്റേ ഒരുമാതിരി ഡോട്ടായി. അത് മൊത്തം കൊണ്ടുപോയി അടച്ച്. ഇത് നമ്മൾ ആ വീടിന്റെ സൈഡിൽ കൂടെ ഫ്ലൈറ്റ് പോകുന്നത്, നല്ല രീതിയിൽ താന്ന് പോകുന്നതാണ് കേട്ടോ, നല്ല സൗണ്ട് കാര്യങ്ങൾ. ആ സമയത്ത് ആദ്യക്കുട്ടൻ ചെന്ന് പെട്ടെന്ന് നിന്ന് ഓടിച്ചെന്ന് നോക്കും, കാരണം നമ്മളെ എല്ലൊന്നുമില്ലല്ലോ. ഇത് എന്താണ് പേരെന്ന് പറഞ്ഞുകൂടാ കേട്ടോ നമുക്കും. സംഭവം ഇത് ഇങ്ങനെ വരുന്നത് നല്ല കറങ്ങിയാണ് വരുന്നത്. നല്ല രസമുണ്ടായിരുന്നു. നല്ല ഒരു റെയില് നല്ലതായിട്ട് സ്ലോ മോഷനിൽ എടുത്ത് കിട്ടിയായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. അതിന്റെ നമ്മൾ 2-3 റീൽ എടുത്തായിരുന്നു. അതിങ്ങനെ ഒഴിച്ചിടുമ്പോഴത്തേക്ക് കറങ്ങി. ഇതാണ് സംഭവം, അതിന്റെ വിത്താണത്. അപ്പൊ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളു, ഒരു ചെറിയൊരു വ്ളോഗായിരുന്നു. അപ്പം വ്ളോഗ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ് ചെയ്യുക. അടുത്തൊരു വ്ളോഗുമായിട്ട് കാണാം. ബൈ ബൈ, ടാറ്റാ.